വെൽക്കം ടു വൺസ്. ഈ സെഷനിൽ നമ്മൾ എന്താണ് KTUയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ 2019 മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓൾറെഡി നമ്മൾ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ഒക്കെ ചെയ്തു, 3 ചെയ്തു. നമ്മളെന്താ മോഡ്യൂൾ 4ൻ്റെ സെഷനാണ്. സോ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലുകാർക്ക് S4കാർക്ക് വരുന്ന സബ്ജക്റ്റാണ്. MET 204 ആണ് കോഡ്. അതിൽ മോഡ്യൂൾ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മോഡ്യൂൾ 4 നമ്മൾ 1 by 1 എന്താണ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എന്ത് എഴുതണം, ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ പുട്ട് ഓൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട് എയിലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യണം. സോ അതിൽ 7th ക്വസ്റ്റ്യൻ 2019 സ്കീമിലെ 7th ക്വസ്റ്റ്യൻ ആണെന്ത്, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എനി 3 ഫോർജിങ് ഡിഫക്ട്സ്, എനി 3 ഡിഫക്ട്സ് ഇൻ ഫോർജിങ് പാർട്സ്. അപ്പോൾ ഫോർജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ പല ടൈപ്പ് ഫോർജിങ് പ്രോസസ്സുകളുണ്ട്. ആൻഡ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിഫക്ട്സ് ആണ്. അപ്പോൾ ഡിഫക്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട്, പക്ഷേ നമ്മളോട് 3 എണ്ണം ചോദിച്ചിട്ടുള്ളൂ. ബട്ട് ജസ്റ്റ് ഞാൻ ബാക്കിയുള്ള ഡിഫക്ട്സും കൂടി ബ്രീഫ് ചെയ്യാം. ബട്ട് യു ക്യാൻ റൈറ്റ് എനി 3, ഏതെങ്കിലും 3 എണ്ണം നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ബേസിക്കലി എന്താണ് നമ്മൾ ഫോർജിങ് കൺസിഡർ ചെയ്യാനടുത്ത് ഫോർജിങ് പാർട്സ് എന്താ, ലാബ്സ് ഫോൺ ബൈ വെബ് ബക്ലിംഗ് ഡ്യൂറിങ് ഫോർജിങ്ങിൻ്റെ പല ഡിഫക്ട്സുകൾ നോക്കണേണ്. അപ്പോൾ ഫിനിഷിങ് കണ്ടോ, നമ്മളിപ്പോൾ ഇതൊരു അപ്പർ ഡൈ ആണ്, ഇതൊരു ബോട്ടം ഡൈ ആണ്. അതിൻ്റെ ഇടയിൽ എന്താണ് നമ്മുടെ വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിനിഷ് ആയില്ല, ബക്കിൾസ് ഇങ്ങനെ വളവ് പോലെ വന്ന് ഇല്ല, ഇങ്ങനെ ക്രാക്ക് പോലെയൊക്കെ വന്ന്, ഇതൊക്കെ എന്താണ് ഒരു ഡിഫക്ട്സ്, ലാബ്സ് വെബ് ബക്കിൾസ് ആണ്. അതേപോലെ തന്നെ എന്താണ് സിമിലർലി നമ്മൾ നോക്കാൻ നേരത്ത് ഇൻറ്റേർണൽ ഡിഫക്ട്സ്, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ബില്ലറ്റ്, വർക്ക് പീസ് ഓവർ സൈസ് ആകുമ്പോൾ ഇൻറ്റേർണൽ ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ഡൈ ക്യാവിറ്റീസ് ആവാം, ക്രാക്സ്, റിബ്സിൽ എന്താണ് ക്രാക്സ് ഉണ്ടാവാം, ഇല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പുറത്തേക്ക് എന്താണ് ക്രാക്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാം, ഇങ്ങനെയും ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. ഇനി ഇതേപോലെ തന്നെ വന്ന ഡിഫക്ട്സ് ആണ് എന്ത്, അൺഫിൽഡ് സെക്ഷൻ. നമ്മൾ ഒരു വർക്ക് പീസിനെ 2 അപ്പർ ഡൈ ടോപ്പർ ഡൈ വെച്ചിട്ട് എന്താ ഇടിക്കാൻ നേരത്ത്, ഇപ്പോൾ നമുക്ക് ശരിക്കും വേണ്ട ഈ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സ്പിയർ ആണ് വേണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് കറക്റ്റായിട്ട് ഫുള്ള് ഫില്ലായെന്നിരിക്കില്ല, ചിലപ്പോൾ എന്താ ബാക്കിയുള്ള ഫില്ലായിട്ടുണ്ടാവും, ടോപ്പ് സെക്ഷനോ എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് മിസ്സിങ് ഉണ്ടാവും. അതാണ് എന്ത് അൺഫിൽഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താ കോൾ ഷട്ട്, ചെറിയ ക്രാക്ക് കോർണേഴ്സിൽ, ചിലപ്പോൾ കോർണേഴ്സിലൊക്കെ എന്തായിരിക്കും ചെറിയ ക്രാക്സ് ഉണ്ടാവാം, കോൾ ഷട്ട് പോലെ തന്നെ. പിന്നെ അതേപോലെ തന്നെ എന്താണ് സ്കെയിൽ പിറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫോർജ് ചെയ്ത ആ സെക്ഷൻ പ്രോപ്പർലി ക്ലീൻഡ് അല്ലെങ്കിൽ എന്ത് പറ്റും, ഇറഗുലർ ഡെപ്പോസിഷൻ ഉണ്ടാവും. ശരിക്കും നമുക്ക് ഇങ്ങനൊരു കോണിക്കലാണ് വേണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ടല്ലാണ്ട് സർഫസിൽ എന്താ പ്രശ്നങ്ങളുണ്ടാവും. ഡൈ ഷിഫ്റ്റ്, പ്രോപ്പറായിട്ട് ടോപ്പ് ഡൈ ബോട്ടം ഡൈ വെച്ചില്ലെങ്കിൽ അപ്പോൾ സ്പിയർ ആണ് വേണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇടിച്ച് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഷിഫ്റ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ കോമൺലി വരുന്ന ഫോർജിങ് ഡിഫക്ട്സ് ആണ്. നമ്മളോട് 3 എണ്ണോ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ ഒരുപാടെണ്ണം പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് തിയറി എഴുതണം, അതിൻ്റെ ഒപ്പം ഫിഗർ വരക്കാൻ പറ്റിയതിൻ്റെ ഏതെങ്കിലും 3 എണ്ണോ നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ, 3 ഡിഫക്ട്സ് എന്താ നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡ്രോയിങ് ആൻഡ് എക്സ്ട്രൂഷൻ. സോ ഡ്രോയിങ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓപ്പറേഷൻ ആണ്, പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ഫോഴ്സ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മൾ നോക്കാൻ നേരത്ത് രണ്ടും ഒരേപോലത്തെ പ്രോസസ്സാണ്, ഡ്രോയിങ്ങും എക്സ്ട്രൂഷനും. എക്സ്ട്രൂഷൻ രണ്ടും നമ്മൾ എന്താണ് ഒരു ഡൈയുടെ ഉള്ളിൽ കൂടെ വർക്ക് പീസിനെ ഹീറ്റ് ചെയ്തിട്ടുള്ള വർക്ക് പീസിനെ കടത്തി വിടണേണ് അല്ലേ. അപ്പോൾ എക്സ്ട്രൂഷൻ എന്ന് പറയാൻ നേരത്ത് ഇതിപ്പോൾ ഡൈ ആണ് അല്ലേ, ഇതൊരു ഡൈ ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണത് എവിടെ നിന്നാണ്, പുറകിൽ നിന്നാണ്. ഇത് പുഷിങ് ഫോഴ്സ് ഈസ് ഫ്രം ബാക്ക്വേർഡ്, ഈ ഒരു വർക്ക് പീസിൻ്റെ പുറകിൽ നിന്നാണ് നമ്മളെന്ത് പുഷ് ചെയ്യണത്, ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. പക്ഷേ എന്താ ഡ്രോയിങ് കേസ് വരാൻ നേരത്ത് നമ്മളെന്താ ഫോഴ്സ് എന്താണ് ഫ്രണ്ടിൽ നിന്ന്, നമ്മളെന്താ മുമ്പിൽ നിന്ന് എന്താണ് പുള്ള് ചെയ്യണേണ്. അപ്പോൾ ഡ്രോയിങ്ങിൽ നമ്മളെന്താണ് മുമ്പിൽ നിന്ന് പുള്ള് ചെയ്യുകയാണ്, വേറാസ് എന്താണ് എക്സ്ട്രൂഷനിൽ എന്താ പുറകിൽ നിന്ന് നമ്മളെന്താ പുഷ് ചെയ്യുകയാണ്. ക്ലിയർ? അതാണ് എന്താ ഡ്രോയിങ്ങും എക്സ്ട്രൂഷനും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഓക്കെ, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ വൈസ് നമുക്കിപ്പോൾ പൈപ്പ്, ട്യൂബ് ഡ്രോയിങ്, ട്യൂബുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് എക്സ്ട്രൂഷൻ റോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അതെ, അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 2 ഫിഗർ വരയ്ക്കുക, മെയിൻ പോയിൻറ്റ്സ്. പിന്നെ എക്സ്ട്രൂഷൻ പല ടൈപ്പ് ഉണ്ട്, ഡ്രോയിങ് പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾസും എന്താ പുട്ട് ചെയ്യാം. മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പുഷിങ് പുള്ളിങ് ബേസ് ചെയ്തിട്ടുള്ള. ക്ലിയർ? 3 മാർക്കിനാണ്. അപ്പോൾ ഫിഗർ വരയ്ക്കുക, പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക, അതിൻ്റെ ഓപ്പറേഷൻ്റെ എക്സാമ്പിൾ എഴുതുക. ക്ലിയർ? അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ മൂവിങ് ഓൺ ടു എന്താണ് പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചും കൂടി ഹയർ മാർക്കിന് വേണം, 8 മാർക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ 17th ക്വസ്റ്റ്യൻ 8 മാർക്കിന് വന്നാണ് എന്ത്, ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ഫോർജിങ് പ്രോസസ്സ്. ഫോർജിങ് പ്രോസസ്സ് എന്താ ഡിഫൈൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് ചൂസിങ് ഫോർജിങ് ടെമ്പറേച്ചർ റേഞ്ച് ഫോർ മെറ്റൽസ്. മെറ്റൽസിൽ ഏത് ടൈപ്പ് ഫോർജിങ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഫോർജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, വർക്ക് പീസ് ഈസ് ബീൻ കംപ്രസ് ബിറ്റ്വീൻ അല്ലെ സ്മാഷ് ബിറ്റ്വീൻ എന്താ 2 ഡൈസ് ഇല്ലെ 2 ഹാമേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യണമാണ് എന്ത് ഫോർജിങ് എന്ന് പറയുന്നത്. ആൻഡ് പല ടൈപ്പ് ഫോർജിങ് ഉണ്ട് പണ്ട് തൊട്ട് അല്ലേ. കൊല്ലന്മാരൊക്കെ വാക്കത്തി എന്താ അടിച്ചില്ല വാളുകൾ ഉണ്ടാക്കുന്ന എല്ലാം ഫോർജിങ് ആണ്
അല്ലേ, മെറ്റൽ ഈസ് എന്താ ഹാമർ വെച്ചിട്ട് എന്താ റിപ്പീറ്റഡ് ഓഫ് ബ്ലോസ് കൊടുത്തിട്ട് റിക്വയർഡ് ഷേപ്പിലേക്ക്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ് ടെക്നിക്ക് വന്നിട്ടുണ്ട് അല്ലേ. സ്കിൽഡ് ആയിട്ടുള്ളവർ ചെയ്യുന്നവരുണ്ട്, ഓപ്പൺ ഡൈ ഫോർജിങ്, അല്ലെങ്കിൽ എന്താ മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ട് ക്ലോസ് ഡൈ ഫോർജിങ് ഉണ്ട്. അതാണ് രണ്ട് കേസ് വന്നേക്കണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ടോപ്പ് ഡൈ ബോട്ടം ഡൈ ഉണ്ട്, മേലിനൊരു ടോപ്പ് ഡൈ ഇതൊരു ബോട്ടം ഡൈ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്താ വർക്ക് പീസ് ഇല്ലേ ഹീറ്റഡ് ബില്ലറ്റ് റിപ്പീറ്റഡ് ഓഫ് ബ്ലോസ് കൊടുക്കുന്നു. സോ അതിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്ത് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്ത് ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ. ഇതിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, കൊല്ലന്മാരെ പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ സ്കില്ല്, എന്നാലാണ് കറക്റ്റ് ഷേപ്പിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നുള്ളതാണ് എന്ത് ക്ലോസ് ഡൈ ഫോർജിങ്. ഇവിടെ എന്താ നമുക്ക് ഡൈക്ക് റിക്വയർഡ് ഷേപ്പ് അതിൻ്റെ അകത്തുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് മേക്ക് ചെയ്യണം, ഈ ഒരു ഡയമണ്ട് പോലത്തെ ഷേപ്പ് നമുക്ക് മേക്ക് ചെയ്യണമെങ്കിൽ ആ ഷേപ്പ് എന്താ ഈ ഡൈയിലുണ്ട്. അപ്പോൾ ഈ വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ എന്താ ഡൈക്ക് അകത്ത് വെച്ചിട്ടാണ് ബ്ലോസ് കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്ററിൻ്റെ സ്കില്ല് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ പല ടൈപ്പ്, ഇനിയിപ്പോൾ ഹൈഡ്രോളിക് ഉണ്ട്, മെഷീൻ ഓപ്പറേറ്റർ ഉണ്ട്, പല ടൈപ്പ് എന്താണ് ഫോർജിങ് വരുന്നുണ്ട്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ കേസ് പല രീതിയിൽ ഫോർജിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 0 ഫാരൻഹീറ്റ് ആണെങ്കിൽ കോൾഡ് ഫോമിങ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ, പിന്നെ ടെമ്പറിങ് ഹാർഡനിങ്, പിന്നെ ഒരു 1000 ഫാരൻഹീറ്റ് ഒക്കെ വരുമ്പോൾ വാം ഫോമിങ്, അങ്ങനെ എന്താ ഡിപ്പെൻഡിങ് ഓൺ ടെമ്പറേച്ചർ എന്താണ് പല രീതിയിലുള്ള എന്താ ഫോർജിങ് ഓപ്പറേഷൻ നമ്മൾ മോട്ട് ചെയ്യാറുണ്ട്. ക്ലിയർ. ഇനിയിപ്പോൾ ഈ ഫോർജിങ് എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ഹീറ്റ് പ്രസ് ഫോർജിങ് ഉണ്ട് അല്ലേ, സ്ക്വീസ് ചെയ്യണതുണ്ട്, ഡ്രോപ്പ് ഉണ്ട്. ഇപ്പോൾ ചുറ്റിക മേളിൽ നിന്ന് എന്താ താഴത്തേക്ക് ഇടും, വന്നിട്ട് എന്താ ഇടിക്കും, അതെന്താ ഡ്രോപ്പ് ഫോർജിങ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ എന്താ സ്ക്വീസ് ചെയ്യണത് പ്രസ് ഫോർജിങ് ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ മെറ്റീരിയൽ അല്ലേ, ഏതാണോ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഫോർജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സെക്ഷനാണ് ഫോർജിങ് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത് ഡ്രോ ദി സ്കെച്ചസ് ഓഫ് എനി 3 എക്സ്ട്രൂഷൻ ഡൈ കോൺഫിഗറേഷൻ. അപ്പോൾ എക്സ്ട്രൂഷൻ ഡൈയുടെ ഏതെങ്കിലും 3 കാര്യങ്ങൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ എക്സ്ട്രൂഷൻ പല ടൈപ്പ് എക്സ്ട്രൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർവേഡ്, ബാക്ക്വേഡ് അല്ലേ, കോൾഡ് എക്സ്ട്രൂഷൻ, ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 3 എഴുതാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വൺ നമ്മളിപ്പോൾ എന്താ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ നമ്മൾ നോക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞേക്കണം എന്താ ഡ്രോ ദി സ്കെച്ചസ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ഇത് ഡയറക്റ്റ് ഇത് ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ എന്താണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം അതേ ഡയറക്ഷനിൽ. ഇത് നമ്മുടെ കണ്ടെയ്നർ ഡൈ ആണ്, ഇവിടെ ഡൈ ഉണ്ട്, ഇത് പിസ്റ്റൺ, റാം, നമ്മൾ ഹീറ്റഡ് ആയിട്ടുള്ള വർക്ക് പീസ് ബില്ലറ്റ് ആണ്. ഇവിടെ നമ്മൾ പ്രഷർ ഈ സൈഡിൽ കൊടുക്കുന്നു, പ്രഷർ ഈ സൈഡിൽ നമ്മൾ കൊടുക്കുന്നു, പ്രൊഡക്റ്റ് നമുക്ക് എന്താ ഈ സൈഡിൽ കിട്ടുന്നു. അപ്പോൾ ഡൈ ഈ ഒരു കോൺഫിഗറേഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനിൽ നോക്കിക്കേ, ഡൈ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റണിൽ തന്നെ ഒരു ഹോൾ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് പ്രഷർ നമ്മളെന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, മെറ്റൽ വന്നതും എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് അല്ലേ. ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണ്, ഈ സൈഡ് എന്താ ഫുള്ളി ക്ലോസ്ഡ് ആണ്, ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്താലും ഈ ഒരു പിസ്റ്റണിൽ എന്താ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ എന്താണ് ആ പിസ്റ്റൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് പുറത്തേക്ക് വരും. ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ്റെ കേസ് വരുന്നത്. അതേപോലെ അതിനോട് സിമിലർ ആയിട്ടാണ് എന്ത് കോൾഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ എന്താ ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ കേസ് വരുന്നത്. ഇതിലും നമ്മൾ എന്താണ് താഴെ എന്താ ഇവിടെ ഒരു ഡൈ ഉണ്ട്, പഞ്ചുണ്ട്, പഞ്ച് വെച്ച് നമ്മൾ ഇടിക്കാൻ നേരത്തെ എന്ത് പറ്റും ഈ ഗ്യാപ്പിൽ കൂടെ എക്സസ് മെറ്റൽ എന്താ പുറത്തേക്ക് വരും. ഇപ്പോൾ നമുക്കൊരു ക്യാന് കണ്ടെയ്നറൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോസസ്സാണ്. പഞ്ച് വഴി നമ്മൾ സ്ട്രൈക്ക് ചെയ്യും, ഡൈ ഉണ്ട്, ഇടിക്കുമ്പോൾ എന്ത് പറ്റും ഇതിൻ്റെ സൈഡിൽ എന്താ ക്ലിയറൻസ് ഉണ്ട്, ആ ക്ലിയറൻസ് വഴി എന്താ മെറ്റൽ എന്താ പുറത്തേക്ക് വരും. അപ്പോൾ അതിനെ നമ്മളെന്ത് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയും. ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ മെയിൻലി ഈ എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോട്ട് എക്സ്ട്രൂഷനും ഉണ്ട്, കോൾഡ് എക്സ്ട്രൂഷനും ഉണ്ട്. ഹോട്ട് എക്സ്ട്രൂഷനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യാം, ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേഡ് ഉണ്ട്. കോൾഡിനെയും പിന്നെയും ക്ലാസിഫൈ ചെയ്യാം, ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേഡ് ഉണ്ട്. അപ്പോൾ ഈ ഫോർവേഡിനെ തന്നെ പറഞ്ഞ വേറെ പേരാണ് എന്ത് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ, ബാക്ക്വേഡിന് ഇൻഡയറക്റ്റ്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു, ഇത് രണ്ടുമാണ് നമ്മളെന്ത് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഹോട്ട് എന്ന് പറയുന്ന നേരത്തെ എന്താണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണെങ്കിലാണ് എന്ത് ഹോട്ട് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. ഇനി കോൾഡ് എന്ന് പറയുന്ന നേരത്തെ എന്താ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ എന്താ താഴെയാണെങ്കിലാണ് എന്ത് കോൾഡ് എക്സ്ട്രൂഷൻ. അപ്പോൾ ഈ കോൾഡിലും 2 ഉണ്ട്, ഫോർവേഡും ഉണ്ട്, ബാക്ക്വേഡും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ടു നമ്മളിപ്പോൾ പഠിച്ച ഈ സാധനം തന്നെയാണ്. പക്ഷേ ടെമ്പറേച്ചർ എന്താ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ബാക്ക്വേഡ് എക്സ്ട്രൂഷനെ പറയുന്ന വേറെ പേരാണ് എന്ത് കോൾഡ് ബാക്ക്വേഡ് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ എന്താണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് മനസ്സിലായല്ലോ.
എക്സ്ട്രൂഷൻ രണ്ട് ടൈപ്പ്, ഹോട്ടും കോൾഡും. ഹോട്ടിന് എന്താ ഫോർവേഡ് ബാക്ക്വേർഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, കോൾഡിന് ഫോർവേഡ് ബാക്ക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫോർവേഡിന് നമുക്ക് എന്താ ഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറയാം, ബാക്ക്വേർഡിന് ഇൻഡയറക്റ്റ് എന്ന് പറയാം. നമ്മൾ ആദ്യം പഠിച്ച രണ്ടെണ്ണം, ഇത് രണ്ടെണ്ണം. ഇനി എന്താണ് കോൾഡിന് നമുക്ക് ഫോർവേഡ് ബാക്ക്വേർഡ് ഉണ്ട്. ഈ ഫോർവേഡ് സിമിലർ ടു ഇത് തന്നെയാണ്, ഡയറക്റ്റ് തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെയാണ്. പക്ഷേ ഈ ബാക്ക്വേർഡ് എന്ന് പറയുന്നത് എന്താണ് ഇമ്പാക്റ്റ് എക്സ്ട്രൂഷൻ അല്ലേ. നമ്മൾ ഫോഴ്സ് കൊടുക്കണ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ എന്താ പുറകിലേക്കാണ് എന്ത് മെറ്റൽ വന്നത് അല്ലേ. ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് പുറത്തേക്ക് ഇങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ, ഇങ്ങനെയല്ലേ വന്നത്. ഇത് തന്നെയാണ് എന്ത് ഇമ്പാക്റ്റിലും വന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഈ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് മൂന്നെണ്ണം വെച്ച് എഴുതാം. ഇനി അതല്ലെങ്കിൽ ഡൈ പല ടൈപ്പുകളുണ്ട്, പല ടൈപ്പ് ഡൈകളുണ്ട്. ഇപ്പോൾ പാർട്ട് ഹോൾ ഡൈകളുണ്ട്, സ്പൈഡർ ഷേപ്പ് ഡൈകളുണ്ട്, ബ്രിഡ്ജ് ഷേപ്പ് ഡൈകളുണ്ട്. ഇങ്ങനെ ഡൈനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. മോസ്റ്റ്ലി മറ്റേതാണ് നല്ലത്, അതാണ് നിങ്ങൾ പഠിച്ചേക്കണം. സോ ആ ഒരു കേസ് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണല്ലോ. പല ടൈപ്പ് ഡൈനനുസരിച്ച് പല ടൈപ്പ് പ്രൊഡക്റ്റ് നമുക്ക് എന്താ പുറത്ത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത് ഡ്രോ എ നീറ്റ് സ്കെച്ച് ഓഫ് ഡൈ യൂസ്ഡ് ഫോർ വയർ ഡ്രോയിങ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡൈ മെറ്റീരിയൽസ്. അപ്പോൾ വയർ ഡ്രോയിങ്ങിൻ്റെ ഒരു നീറ്റ് സ്കെച്ച് അല്ലേ, ഡൈ ഏതൊക്കെയാണ് യൂസ് ചെയ്തേക്കണമെന്നുള്ള റൈറ്റ് നീറ്റ് സ്കെച്ച് ഓഫ് ഡൈ യൂസ്ഡ് ഫോർ വയർ ഡ്രോയിങ് ആണ്. ഷോർട്ട് നോട്ട് മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയലാണ്. അപ്പോൾ വയർ ഡ്രോയിങ് അല്ലേ, വയർ ഡ്രോയിങ് എന്ന് പറയുന്നത് എന്താ വയർ മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. സിമിലർ ടു ട്യൂബ് ഡ്രോയിങ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എന്താ പുള്ള് ചെയ്തെടുക്കണേന്ന്, നമ്മളെന്താ ഡൈൻ്റെ ഉള്ളിൽ വയർ ഷാർപ്പൻ ചെയ്ത്, ഇവിടെ ഇപ്പോൾ 3 ഡൈ യൂസ് ചെയ്തിട്ടുണ്ട്, ഡൈ 2 ഡൈ 3. നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു റോളറിലേക്ക് വെക്കും. റോളർ ഇവിടെ നിന്ന് എന്താ പുള്ള് ചെയ്യണേണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷനിലുള്ള വയർ ഇവിടെ കിട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു കോയിലോ എന്തെങ്കിലും നമ്മളെന്താ ചുറ്റി എടുക്കും. സോ വയർ ഡ്രോയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ പോയിന്റിങ് ദി റോഡ്, ത്രെഡിങ് ദി പോയിന്റഡ് എൻഡ് എന്താണ് ത്രൂ ദി ഡൈ, അറ്റാച്ചിങ് എൻഡ് ടു എ ഡ്രോയിങ് ബ്ലോക്ക്. ഒരു ഡ്രോയിങ് ബ്ലോക്കിലേക്ക് എന്താ അറ്റാച്ച് ചെയ്യും. ഈ ബ്ലോക്ക് എന്ത് ചെയ്യും, റിവോൾവ് ചെയ്യും ഒരു ഇലക്ട്രിക് മോട്ടോർ പോലെ യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കും. അപ്പോൾ എന്താ ഡയമീറ്റർ എന്താ റെഡ്യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഡയമീറ്ററിൽ നമുക്ക് കിട്ടും അല്ലേ. നമ്മൾ വയറാണ് ഉണ്ടാക്കണം, എത്ര മില്ലിമീറ്ററിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഡയമീറ്റർ നമ്മൾ എന്താ റിഡക്ഷൻ ഒറ്റയടിക്ക് തന്നെ പാസ് ചെയ്യും. മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ നേരത്തെ റോളിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പോലെ ടു ആൻഡ് ഫ്രോ ചെയ്യണമല്ലല്ലോ. വയറായതുകൊണ്ട് ഒറ്റ ഇതിൽ തന്നെ കിട്ടി നമുക്ക് കോയിലായിട്ട് എന്താ ചുറ്റിയെടുക്കാം. ഓക്കെ, അതാണ് വയർ ഡ്രോയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വയർ ഡ്രോയിങ്? ഒരു മെറ്റൽ വർക്കിംഗ് പ്രോസസ്സാണ്. ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വയർ നമ്മൾ പുള്ള് ചെയ്ത് എടുക്കണം. സെയിം സാധനം തന്നെ നോക്കിക്കേ, ഒറിജിനലായിട്ടുള്ള വയർ ഡൈസിൻ്റെ ഇടയിൽ കൂടി പുള്ള് ചെയ്ത് ഒരു കോയിൽ നമ്മളെന്താ ചുറ്റി വെക്കണം. അപ്പോൾ ഇത് നോർമലി റൂം ടെമ്പറേച്ചറിലാണ് പെർഫോം ചെയ്യുന്നത്. ഈ വയർ ഡ്രോയിങ് എന്ന് പറഞ്ഞ ഒരു കോൾഡ് വർക്കിംഗ് പ്രോസസ്സാണ്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെയാണ് എന്ത് ഈ പ്രോസസ്സ് ചെയ്യണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കണം. കാരണം ഹീറ്റ് വന്നാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഈ ഓപ്പറേഷനിൽ വേണം. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ഡൈയുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. ഡൈയുടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ ഡൈയുടെ സൈസ് എന്താണ്, വർക്ക് പീസിൻ്റെ കോംപ്ലക്സിറ്റി, കോസ്റ്റ് അല്ലേ, ഡൈ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, എത്ര നമ്പർ പാസ് പോകാനുണ്ട്, അങ്ങനെ പല ബേസ് ചെയ്തിട്ട് എന്താ ക്രോമിയം, നിക്കൽ, മോളിബിനം, വനേഡിയം, ഇനി ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റാലിക് ഡൈസ് ഉണ്ട്, ഇലക്ട്രോപ്ലേറ്റഡ് ഡൈസ് ആവട്ടെ, കോപ്പർ, സിൽവർ, ലോ ഫ്യൂസിങ് മെറ്റൽ ഡൈസ് ആവട്ടെ, ഇനി അതല്ല ജിപ്സം, റെസിൻ, സെറാമിക് ഡൈസ്, ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഡൈസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡൈ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആൻഡ് ഡൈസ് ആർ ബീങ് സെലക്റ്റഡ് ബേസ്ഡ് ഓൺ എന്താ പല പാരാമീറ്റേഴ്സ് ഉണ്ട്, സൈസ്, കോംപ്ലക്സിറ്റി, ടെമ്പറേച്ചർ, പല കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ഡൈസ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ സിമ്പിളാണ് അതിൻ്റെ രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്നാമത് തിയറി വാരി വലിച്ച് എഴുതരുത്, മെയിൻ പോയിന്റ് ടു പോയിന്റ് എഴുതുക. ഓൾവേസ് എന്താണ് ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക, ബ്ലോക്ക് ഡയഗ്രംസ് യൂസ് ചെയ്യുക, പോയിന്റ് എഴുതുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വെറ്റ് ഡ്രോയിങ് ആൻഡ് ഡ്രൈ ഡ്രോയിങ്. റൈറ്റ് എ നോട്ട് ഓൺ റോൾ സ്ട്രെയിറ്റനിങ് ഓഫ് ഡ്രോൺ റൗണ്ട് റോഡ്. അപ്പോൾ വെറ്റും ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ലൂബ്രിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ല. ആബ്സെൻസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണെങ്കിൽ ഡ്രൈ മെഷീനിങ് ആണ്. പ്രസൻസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് ആണെങ്കിൽ എന്താ വെറ്റ് മെഷീനിങ് ആണ് അല്ലേ. പ്രോപ്പർ ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡ്രൈ ആയിട്ടാണ് കൺസിഡർ ചെയ്യണം. അപ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഹസാഡസ് ആണ്. പിന്നെ കൊറോഷൻ ഒന്നും എന്താ ഉണ്ടാവില്ല അല്ലേ.
ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യണം, വാട്ടറാണ് യൂസ് ചെയ്യണമെങ്കിൽ എന്താ കൊറോഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ക്ലിയർ ആണോ? അതേപോലെ എന്താ റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ ഡ്യൂറിങ് മെഷീനിങ് കൂടുതലായിരിക്കും. ഹീറ്റ് ജനറേഷൻ്റെ ചാൻസ് എന്താണ്? കൂടുതലാണ്. പിന്നെ പല പല പ്രോബ്ലംസ് ഉണ്ടാവാം ഹൈ കട്ടിങ് ടെമ്പറേച്ചർ വന്നുകൊണ്ട്. പക്ഷേ വേറെ എന്താ വെറ്റ് ആയിട്ടുള്ള മെഷീനിങ് വരാൻ നേരത്തെ എന്താ പ്രോപ്പറായിട്ടുള്ള കട്ടിങ് ഫ്ലൂയിഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യണ കുറവായിരിക്കും. പക്ഷേ കൊറോഷൻ നോൺ കൊറോസീവ് ഫ്ലൂയിഡ്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് എന്താ വെറ്റ് മെഷീനിങ് എന്താണ് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. സെയിം പോയിന്റ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യണതാണ്. ഒരു വട്ടം കൂടി പറയാം. പ്രോപ്പറായിട്ട് ആബ്സെൻസ് ഓഫ് കട്ടിങ് ഫ്ലൂയിഡ് ആണെങ്കിലാണ് എന്ത് ഡ്രൈ മെഷീനിങ്, പ്രോപ്പർ കട്ടിങ് ഫ്ലൂയിഡ് ആണെങ്കിൽ എന്താ വെറ്റ് മെഷീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഈ കട്ടിങ് ഫ്ലൂയിഡിനെ കൺട്രോൾ ചെയ്യാനുള്ള മെഷീൻസ് വേണം. ഇപ്പോൾ ഒരുപാട് കട്ടിങ് ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാൽ അതും മേ ബി പ്രശ്നമാവാം. പിന്നെ മെഷീൻസിന് പ്രശ്നമുള്ള കട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഹീറ്റൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് പോകും, ടൂള് ഡാമേജ് കുറയും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എന്താണ് വെറ്റ് മെഷീനിങ്ങിൽ വന്നിട്ടുണ്ട് അല്ലേ. നമ്മളൊരു സാധനം യൂസ് ചെയ്യുമ്പോൾ അതിന് അഡ്വാൻറ്റേജും ഉണ്ടാവും ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. ഇനി നമ്മൾ സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു റോളർ ആയിരിക്കും, കോൺകേവും ഒരു കോൺവെക്സ് റോളർ ആയിരിക്കും നമ്മളെന്ത് ബേസിക്കലി യൂസ് ചെയ്യണം. ഒരു റോൾ സ്ട്രൈറ്റനിങ് ഓഫ് എ ഡ്രോൺ റൗണ്ട് റോഡ്. ഒരു റൗണ്ട് റോഡിന് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് റോളേഴ്സിൻ്റെ ഇടയിൽ കൂടി എന്താ അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് സ്ട്രൈറ്റ് ആക്കി പോകുന്നത്. അപ്പോൾ ഒന്ന് കോൺകേവ് റോൾ ആയിരിക്കും, ഒന്ന് കോൺവെക്സ് റോൾ ആയിരിക്കും. ഇറ്റ് ഈസ് ബീൻ റൊട്ടേറ്റഡ് അല്ലേ, ചെറിയൊരു കംപ്രഷൻ ഫോഴ്സ് കൊടുത്തുകൊണ്ട് അതിന് ബാറിനെ നമ്മൾ എന്ത് ചെയ്യും സ്ട്രൈറ്റ് ചെയ്തായിരിക്കും വിടണം. അപ്പോൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക, ഈ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് കൂടി എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ അത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള മോഡ്യൂൾ 4 എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. ആസ് ഐ ടോൾഡ് മാനുഫാക്ചറിങ് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസിനോടുള്ള ആൻസർ മാത്രം എഴുതുക, വാരി വലിച്ച് എഴുതാണ്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ബൈ.